അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇപ്പോൾ ഹിജ്റ പുതുവർഷത്തിലാണ്, മുഹറം മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. നിത്യജീവിതത്തിൽ ബിസ്മി ഉപയോഗിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും എല്ലാം കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മുഹറം 1-ന് 113 തവണ ബിസ്മി എഴുതി വെച്ചിട്ടുണ്ടാകും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പല ആഗ്രഹങ്ങളും നിയ്യത്ത് വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മി എഴുതുമ്പോൾ എൻ്റെ മനസ്സിലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാം അള്ളാഹു നടത്തി തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാനും എഴുതി വെച്ചത്. കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാൻ ഉദ്ദേശിച്ച കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും എനിക്ക് മുന്നിലുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് നടന്ന് കിട്ടുമോ എന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് ഒരു പ്രതീക്ഷ കൈവിടാതെ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് എൻ്റെ ആ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഓരോ മുസ്ലിമിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിനെ കൺകുളിർക്കെ നേരിൽ കാണാനും അതുപോലെ ഉംറ ചെയ്യാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അൽഹംദുലില്ലാ. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൽ ബിസ്മി എഴുതുന്നത് പോലെ മുഹറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വളരെ പുണ്യമാക്കപ്പെട്ട ഒരു മാസം കൂടിയാണിത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പുണ്യഭൂമിയിൽ എത്തുക എന്നതായിരുന്നു. നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം തുടങ്ങിയാൽ തീർച്ചയായും ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അൽഹംദുലില്ലാ, എനിക്ക് മുൻപും ഉംറ ചെയ്യാനും കഅബയെ നേരിൽ കാണാനും കഅബ തൊടാനും എല്ലാം അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ആഗ്രഹിച്ചതായിരുന്നു എനിക്ക് വീണ്ടും മക്ക ഹറമിൽ പോവാനും കഅബയെ നേരിൽ കാണാനും വീണ്ടും എനിക്ക് അവസരം ഒരുക്കി തന്നു. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ. വീണ്ടും എനിക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു. കൂടാതെ എൻ്റെ അടുത്ത ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റൗള ഷരീഫിൽ പോവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയാനും അവിടെ ചെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനും ഉള്ളു തുറന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുമെല്ലാം സലാം പറയാൻ. അതുപോലെ തന്നെ പുണ്യസ്ഥലമായ ജന്നത്തുൽ ബഖീഅ, മസ്ജിദുൻ നബവിയിലെ ജന്നത്തുൽ ബഖീഅയിൽ അന്തിയുറങ്ങുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ആയിരക്കണക്കിന് സ്വഹാബികളും അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിൽ നിൽക്കുമ്പോൾ വലിയ ഒരു ആത്മീയ അനുഭൂതിയാണ് എനിക്കുണ്ടായിരുന്നത്. ഇത്രയും മഹത്തുക്കൾ അന്തിയുറങ്ങുന്ന ആ മണ്ണിലേക്ക് നോക്കി സലാം ചൊല്ലാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. മസ്ജിദുൻ നബവി സന്ദർശിക്കാനും അതുപോലെ പള്ളിയുടെ അകത്ത് കയറി നമസ്കരിക്കാനും ഖുർആൻ ഓതാനും സംസം വെള്ളം കുടിക്കാനും എല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയാൽ കഴിയുന്നതാണ്. എന്നാൽ റൗള ഷരീഫിൽ പോയി മുത്തുനബിയോട് ചാരി ചേർന്ന് സലാം പറയാനും അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനും വളരെ അപൂർവമായിട്ടേ നമുക്ക് അവസരം ലഭിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, സൗദി ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട് വർഷത്തിൽ ഒരു തവണ മാത്രമേ റൗള സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടുകയുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ആപ്പ് വഴി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. മസ്ജിദുൻ നബവിയുടെ ആ പച്ച കുബ്ബ നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവിടെ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു മനസ്സുഖം, അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മദീന സിയാറത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാമെങ്കിലും റൗളയിൽ പോകണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആപ്പുകളായ നുസുക്ക് അല്ലെങ്കിൽ തവക്കൽന എന്ന പേരുകളിലുള്ള 2 ആപ്പുകളുണ്ട്. അതുവഴിയാണ് നമ്മൾ പെർമിറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പെർമിറ്റ് എടുക്കാനും പല തവണ ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടും എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അൽഹംദുലില്ലാ, അതിൽ നമുക്ക് പെർമിറ്റ് കിട്ടി. കൃത്യ സമയമുണ്ട്. ആ സമയത്തിന് അകത്ത് തന്നെ നമ്മൾ അവിടെ എത്തിച്ചേരണം. ആ ഒരു നിമിഷം തൊട്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക്
റൗള സിയാറത്ത് ചെയ്യാൻ അതിയായ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പടച്ചവൻ അതിനുള്ള അവസരം ഒരുക്കി തന്നു. അൽഹംദുലില്ലാ, അത് തന്നെ വലിയ കാര്യമായി ഞാൻ കരുതുന്നു. റൗളയിൽ കയറിയ നിമിഷം എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ അൽഹംദുലില്ലാ, എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. സന്തോഷവും സങ്കടവും എല്ലാം കൊണ്ടും കണ്ണ് നിറഞ്ഞു പോയൊരു നിമിഷം കൂടിയായിരുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ അതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നമ്മളിൽ എത്തിച്ച് തരിക തന്നെ ചെയ്യുന്നതാണ്. ഈ വർഷവും മുഹറം തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മുഹറം 1-ന് ഞാനും 113 തവണ ബിസ്മി എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തിൽ തന്നെ എനിക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെ നടന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മാസം എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വളരെ വേദനയോടെയുള്ള ദിവസങ്ങളായിരുന്നു ഓരോന്നും കടന്നു പോയിരുന്നത്. ആകെ നിരാശനായി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്ക് ആ ചെക്കപ്പ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും വേദനയോടെ കടന്നു പോകുന്നതിനിടയിലാണ് ദുൽഹിജ്ജ മാസം കഴിഞ്ഞു, അടുത്ത പുതുവർഷം വന്നെത്തി, മുഹറം മാസം വന്നു. അങ്ങനെ മുഹറം 1-ന് ഞാനും ഒരുപാട് പ്രതീക്ഷയോടെ, എൻ്റെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെ എനിക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ 113 തവണ ബിസ്മി എഴുതിയത്. റിസൾട്ട് എന്താകും എന്നോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഡോക്ടർ എന്ത് പറയും എന്ന് ആലോചിച്ച് ഞാൻ ആകെ വിഷമത്തിൽ കൂടിയായിരുന്നു. എന്നാൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു റിസൾട്ട് വന്നത്. ഡോക്ടർ പോലും ഞെട്ടിപ്പോയി. എന്തോ ഒരു മറിമായം സംഭവിച്ച പോലെ അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിരുന്നു. ബിസ്മിയുടെ മഹത്വം കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ വലിയൊരു ആശ്വാസമാണ് എനിക്കുണ്ടായത്. കാര്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പമാവുകയും ചെയ്തു. നമ്മൾ വിചാരിക്കാത്ത കാര്യത്തിൽ പോലും ബിസ്മി ചൊല്ലി ചെയ്യുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ വലിയ ബറക്കത്തും സഹായവും ഉണ്ടാകും എന്നത് എൻ്റെ ഈ ഒരു അനുഭവത്തിലൂടെ എനിക്ക് തീർച്ചയായും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രതിസന്ധി ഉണ്ടായാലും ഒരു മെഡിക്കൽ റിസൾട്ടിനെ ഓർത്ത് നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ പോലും ആദ്യം തന്നെ ബിസ്മി ചൊല്ലി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കാര്യങ്ങൾ തുടങ്ങുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയ ബറക്കത്ത് ഉണ്ടാകുന്നതാണ് നമ്മുടെ കാര്യങ്ങളിൽ. നമ്മൾ വിചാരിക്കുന്നതിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ആ ചെറിയൊരു വാക്യത്തിന്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മാറ്റി തരട്ടെ. എൻ്റെ ഈ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ കാരണം, ഇതുപോലെ പലരും പല ടെൻഷനുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ ബിസ്മി മുറുകെ പിടിച്ച് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നിങ്ങളിലും പല മാറ്റങ്ങളും കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ബിസ്മി ഓരോ കാര്യത്തിലും ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പങ്കുവെക്കുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.